ഹലോ വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡിലൈറ്റ്സ്. നമ്മളിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കട്ട്ലറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു കോട്ടിങ്ങും അതേപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫില്ലിങ്ങും ഉള്ളൊരു കട്ട്ലറ്റ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിന്ന് ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിളോ ട്രിപ്പിളോ ഒക്കെ ആയിട്ട് ഉണ്ടാക്കാം. ഞാനിവിടെ 200 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അധികം എല്ലൊന്നും ഇല്ലാത്ത കഷ്ണങ്ങൾ നോക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് എല്ലൊക്കെ ഉണ്ടെങ്കിലും വേവിച്ച് കഴിഞ്ഞിട്ട് അതങ്ങ് എടുത്തു കളഞ്ഞാൽ മതി. ഇതിൻ്റെ കൂടെ ഏകദേശം ഒരു 120 ഗ്രാം വെയിറ്റ് വരുന്ന ഒരു ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. ഈ വെയിറ്റൊക്കെ പറയാൻ കാരണം ഏകദേശം ഒരു കണക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ചിക്കൻ്റെ ഏകദേശം പകുതി വേണം ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട്. ഇത് രണ്ടും കൂടെ നമ്മളിനി കുക്കറിൽ വെച്ച് ഒരുമിച്ച് വേവിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഇതൊരു 4-5 കഷ്ണമായിട്ടൊന്ന് കീറി ഇട്ട് കൊടുക്കുവാണ്. ഒരുപാട് ചെറുതൊന്നും ആക്കണമെന്നില്ല കേട്ടോ. ഇനി ഇത് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ച് കൂടിപ്പോയാലും നമുക്ക് പിന്നീട് അത് വറ്റിച്ചെടുത്താൽ മതി. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം ബാക്കിയുണ്ട്. അത് നമുക്ക് വറ്റിക്കാനായിട്ട് സ്റ്റൗവിൽ വയ്ക്കാം. ഇനി നമ്മുടെ വെള്ളം വറ്റി വരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി കുറച്ച് കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. ഒരു പാൻ ചൂടാക്കിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഇത്രയുമാണ് ചേർത്ത് കൊടുത്തത്. ഇതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ജസ്റ്റ് ഒന്ന് മൂത്ത് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർക്കുമ്പോൾ അതൊന്ന് ചെറുതായിട്ട് മുറിച്ചിട്ട് അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ പിച്ചിയിട്ട് വേണം കൊടുക്കാൻ. ഇല്ലെങ്കിൽ നമ്മൾ കട്ട്ലറ്റ് ഷേപ്പ് ചെയ്യുന്ന സമയത്തൊക്കെ അതൊരു ശല്യമായിട്ട് വരും. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവോള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തത്. സവോള ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം. ഈ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തുനിന്ന് ഉരുളക്കിഴങ്ങിൻ്റെ കഷ്ണങ്ങളൊക്കെ നമുക്ക് വേറെ ഒരു ബൗളിലോട്ട് പറക്കി മാറ്റിയെടുക്കാം. ഇനി ഈ ചിക്കൻ ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ബൗളിലോട്ട് മാറ്റി വെച്ച ഉരുളക്കിഴങ്ങ് ചൂടോടെ തന്നെ നമുക്കിതൊന്ന് മാഷ് ചെയ്തെടുക്കാം. ഈ ഉരുളക്കിഴങ്ങ് ചൂടോടെ മാഷ് ചെയ്യുകയാണെങ്കിൽ മാഷ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മാഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3-4 കഷ്ണം റസ്ക് ആണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബേക്കറിയിലൊക്കെ കിട്ടുന്ന റസ്ക്. ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് യൂസ് ചെയ്യാം. ഇതിനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചോപ്പറാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് അത് ജസ്റ്റ് ഒന്ന് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് ചോപ്പറിലേക്ക് ഇട്ട് കൊടുക്കുക. സാധാരണയായിട്ട് മിക്സിയിലാണ് ഇതൊക്കെ ചെയ്യാറ്. പക്ഷേ ഇന്നിപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചോപ്പർ യൂസ് ചെയ്യുന്നത്. ചോപ്പറും മിക്സി പോലെ തന്നെ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. കണ്ടതിപ്പോൾ നന്നായിട്ട് തന്നെ പൗഡറായിട്ട് വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ചോപ്പർ ഉപയോഗിച്ചിട്ട് തന്നെ ചിക്കൻ്റെ പീസസൊക്കെ ഒന്ന് മിൻസ് ചെയ്തെടുക്കുവാണ്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങൾ ജസ്റ്റ് 1-2 കഷ്ണമായിട്ടൊന്ന് മുറിച്ചിട്ട് അത് നമ്മുടെ ചോപ്പറിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സമയത്ത് എല്ലൊക്കെ ഉണ്ടെങ്കിൽ മാറ്റിക്കളയുക. ചോപ്പറിലല്ലെങ്കിൽ മിക്സിയിലിട്ട് മിൻസ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മിൻസായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ സവോളയും സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതിലേക്ക് ഇനി നമ്മുടെ മിൻസ് ചെയ്ത ചിക്കൻ ആഡ് ചെയ്തതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഡ്രൈ ആക്കണ്ട, എന്നാലും ഒരു ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 1/4 ടീസ്പൂൺ മുതൽ ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച റസ്കിൻ്റെ പൊടിയാണ്, അല്ലെങ്കിൽ ബ്രെഡ് ക്രംസ്. അതൊരു ഒരുപാട് ആവരുത്, എന്നാലും ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് സ്റ്റൗ ഒക്കെ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിന് വേണ്ടിയിട്ട് കൈ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിത് നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. ഒരു കട്ട്ലേറ്റിൻ്റെ ഒരു ഷേപ്പ് ആക്കി എടുക്കുക. ഇഷ്ടമുള്ള ഷേപ്പ് ആക്കാം കേട്ടോ. ഞാനിന്ന് റൗണ്ട് ഷേപ്പാണ് ആക്കുന്നത്. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഈ കറിവേപ്പിലയുടെ കഷ്ണങ്ങളൊക്കെ വലുതായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയാം. ഇപ്പോൾ എല്ലാ കട്ട്ലേറ്റ്സും ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അടുത്തതായിട്ട് ഒരു മുട്ട ജസ്റ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം ഉപ്പും അതേപോലെ തന്നെ ഒരു നുള്ള് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഈ കട്ട്ലേറ്റ് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട്ലേറ്റ് എടുത്ത് നമ്മുടെ മുട്ടയുടെ മിക്സിൻ്റെ അകത്ത് ആദ്യം ഒന്ന് ഡിപ്പ് ചെയ്യുക ഒരു കൈ കൊണ്ട്. അതിനുശേഷം മറ്റേ കൈ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യാനായിട്ട്. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസിലെല്ലാം കട്ട വരും. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കട്ട്ലേറ്റ്സിനെയൊക്കെ ഷേപ്പ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അതിനുശേഷം ബ്രെഡ് ക്രംസ് പെട്ടെന്ന് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞങ്ങ് പോവും. നമ്മുടെ എണ്ണയിലിടുമ്പോഴാണേലും പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ആവശ്യത്തിന് നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ബാക്കി എല്ലാ കട്ട്ലേറ്റ്സും കോട്ട് ചെയ്തെടുക്കണം. ഇനി കുറച്ചും കൂടി നല്ലൊരു കോട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ മുട്ടയിൽ ഒന്നും കൂടി ആ കോട്ട് ചെയ്ത് വെച്ച കട്ട്ലേറ്റ്സ് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വീണ്ടും നമുക്കത് ബ്രെഡ് ക്രംസ് വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇത് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നല്ലൊരു കോട്ടിങ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണ ഒഴിച്ച് ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കട്ട്ലേറ്റ്സ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി. പിന്നെ ഈ കട്ട്ലേറ്റ്സ് പെട്ടെന്ന് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഉടനെ പെട്ടെന്ന് തന്നെ നമ്മളിത് മറിച്ചിടേണ്ടതായിട്ട് വരും. രണ്ട് സൈഡും ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇതേപോലെ തന്നെ ബാക്കി 4 എണ്ണം ഫ്രൈ ചെയ്യുക. എണ്ണ കുറവാണെങ്കിൽ ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചൊക്കെ കൊടുത്താൽ മതി കേട്ടോ. അല്ലാണ്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണമെന്നില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും നമ്മൾ ഫ്ലെയിം കൂട്ടിയിടരുത്. കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിൽ നമുക്ക് ഈ ചെറിയ 8 കട്ട്ലേറ്റ്സ് ആണ് കിട്ടിയത്. ഇതനുസരിച്ച് നമ്മുടെ ചിക്കൻ്റെയും ഉരുളക്കിഴങ്ങിൻ്റെയും ക്വാണ്ടിറ്റി തീരുമാനിക്കുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്